പൈപ്പിൽ വെള്ളം നിന്നു അല്ലേ? അതുകൊണ്ടുകൂടിയാ വീട് മാറാൻ തീരുമാനിച്ചത്. ഹൗസ് ഓണർ വന്ന് ചീത്ത വിളിക്കുന്നു പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നാളെ എന്തായാലും ഞാൻ വേറെ വീട് കണ്ടുപിടിക്കും. എയർപോർട്ട് ഇവിടെ അടുത്താണ് വല്യേട്ടാ. എയർപോർട്ട് ഒരു ചുക്കുമില്ല കാണാൻ. അല്ല, നിങ്ങളൊക്കെ നാളെ സ്ഥലം വിടുവല്ലേ? ഞങ്ങളെ പറഞ്ഞേക്കാൻ നിനക്കെന്താ എത്ര ധൃതി? അതുകൊണ്ടല്ല. അല്ല, ആ അപ്പുകുട്ടനേരെ മുറിക്കകത്താക്കിയത് നീ മറന്നോ? കഷ്ടം, ചെന്ന് വിളിക്കടാ അയാളെ. ഇല്ലെങ്കിൽ വിശന്ന് ചത്തുപോകും. സത്യത്തിൽ ഞാനതങ്ങ് മറന്നുപോയി. അപ്പുകുട്ടാ, 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 യോ ഇവനിത് എവിടെ പോയി? നീ ഒറ്റക്ക് പേസിയടാ. എനിക്ക് സ്വന്തമായ ഒരു ജീവിതം വേണ്ടടാ. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. നീ ഇതെന്തായി കാണിക്കണേ? പെട്ടെന്ന് എനിക്ക് അവനോട് ദേഷ്യം വന്നു, ഓടിച്ചു. എന്നിട്ട് നിക്കട അവിടെയാണല്ലോ നീ പറഞ്ഞു കേട്ടെ. അങ്ങനെ പറഞ്ഞാലേ അവൻ ഓടും. കോട്ടത്തറ ഏരിയയിൽ ഒരു വീടുണ്ട്. ചെറുതാ, പക്ഷെ കൊള്ളാം. 800 രൂപ വാടക കൊടുക്കണം. വഴി എങ്ങനെ? റോഡ് സൈഡാ, മുറ്റത്ത് വരെ വണ്ടി വരും. അത് വേണ്ട. അതെന്താ? അടുത്തങ്ങ് റോഡ് കാണരുത്. വീട് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയരുത്. അതെന്താ സാർ അങ്ങനെ? അതങ്ങനെ. സാധാരണ ആളുകൾ വഴി നന്നായിരിക്കണം. ഞാൻ സാധാരണ ആളല്ല, പക്ഷെ വീടിന്റെ വാതിലൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം. അകത്ത് നടച്ചാൽ ആന ചവിട്ടിയാലും തുറക്കാൻ പറ്റുന്നത്. മിസ്റ്റർ രാജേന്ദ്രനല്ലേ? അതെ, ഞാൻ വർമ്മ. കൽപ്പന തിയേറ്റേഴ്സ് കേട്ട് കാണും. കേട്ടിട്ടില്ല. ഞങ്ങളാണ് ജമന്തിയുടെ നിറം പച്ച എന്ന നാടകം അവതരിപ്പിച്ചത്. 600 കളി കഴിഞ്ഞു. ഞാനാണ് അതിൽ കുഷ്ഠരോഗിയുടെ വേഷം അഭിനയിച്ചത്. ഭയങ്കര അപ്ലാസ് ആയിരുന്നു. അത് കണ്ടു കാണും. ഇല്ല, സാരമില്ല, കാണാൻ ഇനി സമയമുണ്ടല്ലോ, കാണാം. പിന്നെ എന്റെ സ്വന്തം സമിതിയാണ് കൽപ്പന തിയേറ്റേഴ്സ്. ഞങ്ങളിപ്പോ ക്ലിയോപാട്ര റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് സാറിന്റെ ചെറിയൊരു സഹായം വേണം. ഒന്ന് റിഹേഴ്സൽ ക്യാമ്പ് വരെ വരണം. നാടകവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഞാൻ എന്ത് സഹായം ചെയ്യാൻ പറ്റും. ക്യാമ്പിൽ ചെന്നിട്ട് ഒക്കെ വിശദമായിട്ട് പറയാം. പ്ലീസ് കം. എനിക്ക് ടൈമില്ല സർ. താമ്പാ, ഞാനൊരു വാടക വീട് അന്വേഷിച്ചു. നിക്ക്, വാടക വീടാണോ? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഏത് ടൈപ്പ് വീട് വേണമെങ്കിലും എന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ 1-2 ഡിമാൻഡ്സ് ഉണ്ട്. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വീടായിരിക്കണം, സ്ട്രോങ് വാതിലായിരിക്കണം. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സാറ് വാ. എന്നാ പിന്നെ നിങ്ങൾ വയ്ക്കും, നമുക്ക് പിന്നെ കാണാം. അതെന്ത് പണിയാ സാറേ? രാവിലെ മുതലേ മറ്റു ജോലിയൊക്കെ വിട്ടിട്ട്. അത് ശരിയാ, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. വേണ്ട, നമ്മളൊക്കെ മലയാളികളല്ലേ. വാ, കേറ്. ഞാൻ എന്നും അങ്ങയുടേതാണെന്ന് എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല. ക്ലിയോപാട്ര ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് സാധ്യമല്ല. നിർത്തണ്ട, റിഹേഴ്സൽ നടക്കട്ടെ. ഇവരൊക്കെ ക്ലിയോപാട്രയിൽ സഹകരിക്കുന്ന കലാകാരന്മാരാ. ഇത് PK നാഥ്, ഇത് നിരണം നിർമ്മൽ, അത് താമരശ്ശേരി ഗോപാലൻ, അത് സേവ്യർ കിഴക്കുമുറി, അത് AK പാറത്തോട്ടം, ഇത് കൊച്ചിൻ സുജാത. 1-2 പേര് ഇനി വരാനുണ്ട്. വരൂ, നമുക്ക് അകത്തിന് സംസാരിക്കാം. നടക്കട്ടെ. എന്റെ ഭാര്യ തങ്കമ്മ, ഇത് രാജേന്ദ്രൻ, ബ്രിട്ടോളി കമ്പനിയിലാ. ഒരേ കിടപ്പാണ്. കരഞ്ഞു കരഞ്ഞുള്ള കണ്ണീര് പറ്റി. അവര് നമുക്ക് സംസാരിക്കാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സർ. നിങ്ങളുടെ ഭാര്യ കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റിച്ച കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്തിനാ? ഞങ്ങളുടെ മോളാണ് സജിത. സജിതയോ? ഏത് സജിത? അത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? നാരായണൻ, സജിത നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നല്ലോ. ഞങ്ങളോട് പറയാതെ എന്തോ കാര്യത്തിന് സജിത നാരായണൻ ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, ശരിയല്ലേ? ശരിയല്ല. ആരായി നാരായണൻ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സുഹൃത്തെ, നാരായണനും സജിതയും നിങ്ങളുടെ വീട്ടിൽ വന്നത് കണ്ടവരുണ്ട്. അതുകൊണ്ട് നുണയൊന്നും പറയാൻ നോക്കണ്ട. നാരായണൻ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. സജിത എവിടെ ഉണ്ടെന്ന് ഇനി പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. പറയടാ, എന്റെ മകളെ നീ എന്ത് ചെയ്തു? എന്റെ സാറേ, എനിക്കൊന്നും അറിയില്ല. അവിടെ നാടക റിഹേഴ്സൽ നടത്തുന്ന ആൾക്കാരെ നീ കണ്ടല്ലോ. അവര് വെറും നാടകക്കാർ മാത്രമല്ല. AK പാറത്തോട്ടം കരാറ്റയിൽ ബ്ലാക്ക് ബെൽറ്റ്, താമരശ്ശേരി ഗോപാലൻ കളരി അഭ്യാസി, 2 കൊലപാതകം ചെയ്ത് ജയിലിൽ പോയനാ സേവ്യർ കിഴക്കേ മുറി. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവര് നിന്നെ വെറുതെ വിടില്ല. ഒന്നും പറയണ്ട. നിനക്ക് പ്രിയപ്പെട്ടൊരു പെണ്ണുണ്ടല്ലോ അവിടെ, നിന്റെ ഭാര്യ. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തും. സൂക്ഷിച്ച് സംസാരിക്കണം സർ. സ്വപ്നത്തിൽ പോലും അറിയാം. കൂട്ടിക്കൊണ്ടുപോണ അവളെ. ഇനി അവളെ കൊണ്ട് വന്നാ മതി.
രാധേ ചേച്ചി ദേ വെല്ലിട്ടം വന്നു. എന്തൊരു പോക്ക വെല്ലിട്ട ഇത്. ഇപ്പൊ ഒരു വിചാരിച്ച് ഉച്ച മുതൽ കാത്തിരിക്കുക. എന്ത് കാര്യത്തിന്? രാധികത്തുണ്ടോ? അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്ത് സംഭവിക്കാൻ? അത് ഇപ്പോഴത്തെ കാലമല്ലേ, ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാമല്ലോ. ആ വേഗം പുറപ്പെട്ടോളൂ, വേഗമാട്ടെ. ഇനിയിപ്പോ 6:30 ഷോ ഉള്ളൂ. ഷോയോ? എന്ത് ഷോ? അപ്പൊ ശോഭ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാരും കൂടി ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി രാജേട്ടനെ കാത്തിരിക്കായിരുന്നു. പിന്നെ സിനിമ. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന. ഞാൻ സിനിമയ്ക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്, നാട്ടിലോട്ട് പുറപ്പെടുന്ന കാര്യമാ. പുറപ്പെട്ടോളൂ, വേഗം പുറപ്പെട്ടോളൂ. ഏത് സിനിമയ്ക്കാടി നമ്മൾ പോകുന്നത്? അമ്മയ്ക്കും തുടങ്ങുമോ സിനിമാ ഭ്രാന്ത്? എനിക്കൊരു പ്രാന്തുമില്ല. പിള്ളേര് പറഞ്ഞപ്പോ. പിള്ളേരങ്ങനെ പലതും പറയും. ബുദ്ധിയുള്ള രക്ഷിതാക്കൾ വേണം അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ. മനസ്സിലായോ? ഈ രാജേട്ടന് ഇത് എന്ത് പറ്റി? ഒരു സിനിമ കാണുന്നത് അത്ര വലിയ കുറ്റമാണോ? എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മോളെ. ഞാൻ വന്നതാ ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാ. ഞാനങ്ങ് പോയേക്കാം. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ജോലി വാങ്ങിച്ചു കൊടുക്കുകയും കൂടെ താമസിപ്പിക്കുകയും ചെയ്ത കൂട്ടുകാരനെ ഓടിച്ചവനല്ലേ ഇവൻ. സ്വന്തക്കാരെ മുഴുവൻ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കല ഇപ്പൊ ഇവന്റെ ജോലി. ഒന്ന് നിർത്തുന്നുണ്ടോ? എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഡെസ്പാച്ച്, പുട്ടപ്പ്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് ഓഫീസിൽ. അതിനിടയിൽ നാളെ ജമ്മു കാശ്മീരിൽ പോകാൻ എന്നോട് MD പറഞ്ഞിരിക്കുക. കാശ്മീരിലോ? അതെ, അതുകൊണ്ടാണ് നിങ്ങളോട് നാട്ടിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത്. കാശ്മീർ ആ കുഴപ്പം പിടിച്ച സ്ഥലമല്ലേ? അതിനെക്കാട്ടെ കുഴപ്പം പിടിച്ച സ്ഥലമാണ് ഇത്. കേരളത്തിൽ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴാ കുഴപ്പം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഇവന്റെ തലയ്ക്കല്ല വെളിവില്ലെന്നാ തോന്നുന്നത്. അമ്മേ, പോടാ, നീ എന്താ പേടിപ്പിക്കുന്നോ? ഇവന് വട്ടാ, മുഴുവട്ട്. എനിക്ക് വട്ടാണെങ്കിലേ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ, പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ആ. അപ്പുകുട്ട സാർ വന്നില്ലേ? ഇതാരും മാനേജർ സാറോ? എന്തുണ്ട് മാനേജർ സാറേ വിശേഷങ്ങള്? വിശേഷമൊക്കെ പിന്നെ പറയാം, ആദ്യം ഇത് പറ. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരല്ലേ? അപ്പുകുട്ടൻ വന്നില്ലേന്നാ ഞാൻ ചോദിച്ചത്. അങ്ങേര് ലോങ് ലീവ് എടുത്തത് നിങ്ങൾ അറിഞ്ഞില്ലേന്നാ ഞാനും ചോദിച്ചത്. ലോങ് ലീവോ? അതെ. ഒരു കാര്യം ചോദിച്ച സാർ നേര് പറയൂ. 7 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ പ്യൂണ. വെറും 2 മാസം മുമ്പ് സാർ ഇവിടെ പ്യൂണായി ചേർന്നു. കണ്ണടച്ച് തുറക്കും മുമ്പ് സാറ് കയറി അങ്ങ് മാനേജരായി. എന്താ സാറേ അതിന്റെ ഒരു ടെക്നിക്? ഇവിടെ ചിലതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാതായിരിക്കുമല്ലേ? യെസ്, കം ഇൻ. സർ പ്ലീസ്, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയും വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. നിങ്ങളുടെ മകളെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? താനൊരു വഞ്ചകനാണ്, ചതിയനാണ്. ആദ്യം താൻ തന്റെ മുറപ്പെണ്ണിനെ ചതിച്ചു, പിന്നെ എന്റെ മകളെ ചതിച്ചു. ഇനി ആരെയൊക്കെ ചതിക്കാനാണ് തന്റെ ഉദ്ദേശം? ഇല്ല സർ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഇല്ലേ? എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ തനിക്ക് ധൈര്യമുണ്ടോ? ആരുടെ മുഖത്ത് നോക്കി വേണമല്ലോ ഞാൻ പറയാം. ഇല്ലടാ. ഇത് നീ വഞ്ചിച്ച എന്റെ മകളാ. മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ച ഒരാഴ്ചക്കകം നീ എന്റെ മകളെയും വലയിൽ വീഴ്ത്തി. അവളെ നീ എന്ത് ചെയ്തു? കൊന്നോ? പറയണോ? സർ, ഇത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഈ കുട്ടിയെ സത്യമായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല സർ. എനിക്കിനി ഒന്നും അറിയണമെന്ന് ആഗ്രഹമില്ല. എന്റെ മകള് മരിച്ചിട്ടില്ലെങ്കിൽ ഒരു നോക്ക് അവളെ എനിക്കൊന്ന് കാണണം. സർ, ഇത് വെറും ഒരു നാടകമായിരുന്നു. എന്നെ പിശാചാക്കി മാറ്റരുത്. 24 മണിക്കൂർ അതിനൊക്കെ അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കെന്നെ നിശ്ചയമില്ല. എന്റെ ഫോൺ നമ്പർ ഇതിലുണ്ട്. വിളിച്ച് വിവരം പറ. എവിടെയാണെങ്കിലും ഞാൻ വരും.